അപ്പോൾ ആലപ്പുഴയിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ചായ ഒക്കെ കുടിച്ച് എല്ലാവരും വണ്ടി കയറി. ഇനിയിപ്പോൾ നമ്മളോട് പോണേ പറയാം. ഏതാ സ്ഥലം പേര് പറഞ്ഞാൽ പാതിരാമണൽ. അങ്ങനെ ഞങ്ങൾ പാതിരാമണലെത്തി. ഇവിടെ ഒരു ലോഡ് കക്ക, ഒരു ലോറി നിറച്ച് കക്ക. ഇവിടെ ഇഷ്ടം പോലെ കക്ക അരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇതാണ് സ്ഥലപ്പേര്, പാതിരാമണൽ. എത്രങ്ങാനും കക്കാണ്. അല്ല കുരുവേ, ഇവിടെ നിന്ന് ബോട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടിയൊക്കെ സൈഡാക്കി പാതിരാമണൽ അതിർത്തിരത്തേക്ക് പോവാണ്. ഇതാണ് നമ്മളെ ബോട്ട്, പോണ ബോട്ട്. ഞാൻ പിടിച്ചട്ടാ, ഏത് കാലം വെച്ചാലും ശരി. ഫസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ. ഫസ്റ്റ് ഒരു കനല്ലോ നമ്മളെ ഡ്രൈവർ. ഞങ്ങൾ പാതിരാമണലിലേക്ക് അതാ ദ്വീപിക്കാണ് നമ്മൾ പോണത്. ചെറിയൊരു ആട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഇവിടെ ഉണ്ടാവും സ്പോട്ടൊക്കെ. അങ്ങനെ നമ്മളെ മുന്നേ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ വണ്ടി പോയ ഓളം പറ്റാം. ഇവിടെ തൊടേ നല്ല ഓളം പറ്റിയില്ലേ. മുന്നിലൊരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കൂടിയാണ് പോണത്. പോണത് അതിൻ്റെ ഓളം പറ്റിയിട്ട് നമുക്ക് ഇവിടെ ഓലഞ്ചാണ്. അത് സാൽപ്പിന് ഭയങ്കര പേടി. അങ്ങനെ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ അതാണ് നമ്മളെ സ്ഥലം, ദ്വീപ്. അതാണ് ദ്വീപ്. ഇന്നലെയും ബോട്ട് യാത്ര, ഇന്നും ബോട്ട് യാത്രയാണ്. ഇതൊക്കെ മീൻപിടുത്തൊക്കെയാണ് അല്ലേ. നമ്മൾ ദ്വീപിൻ്റെ അടുത്ത്, ദ്വീപ് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ അവിടെ കയറും ദ്വീപിൽ. രണ്ട് ചേച്ചിമാരെ പുറത്തോ ഇങ്ങനെ പോണേ. ഒരു കക്ക വാരുന്ന ആൾക്കാരൊക്കെ കക്ക വാരി പോണേ. രണ്ട് ചേച്ചിമാര്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്ന സ്ഥലം. നമ്മളെ ഈ കാട്ടിനുള്ളിലോട്ട് കയറാണ്. അപ്പം ഞങ്ങൾ പാതിരാമണൽ ദ്വീപിലോട്ട് എത്തി. ഇങ്ങോട്ട് ഇറങ്ങട്ടെ. പിടിച്ചു അതിൻ്റെ നമ്പർ അടിച്ചാൽ നമുക്ക് എത്ര മിനിറ്റ് വെച്ചിങ്ങോട്ട് അങ്ങനെ അങ്ങനെയുള്ള ഇവിടെ നിന്ന് ആയില്ല, ഇവിടെ ആയില്ല. ഇങ്ങനെ കാട്ടിലോട്ട് കയറ്റണം ഞങ്ങൾ.
ആ ഇവിടെ ടിക്കറ്റ് എടുക്കട്ട. മലപ്പുറം ടിക്കറ്റ് മറ്റേ പറയാം ഇവിടെ ടിക്കറ്റിന് 20 രൂപയാണ്. ടിക്കറ്റിന് 20 രൂപ. ഞാൻ ഊഞ്ഞാലടിക്കോളി പ്രശ്നമല്ലല്ലോ. ഊഞ്ഞാലടിക്കോ ചിൽഡ്രൻസ് പാർക്ക് വയനാട് രാത്രി കിട്ടേണ്ടി ഓരോരുത്തർക്കും ഓരോ വണ്ടി പഠിച്ചാണല്ലോ. ചാട്ടാക്ക് ഇതിവിടെ ചിറ്റാല വണ്ടിയാണ്. ചെറിയ ഹൗസ് ഫുള്ള് കാടാണ്. ആ ഏർമാടാണ്, ഏർമാടം. ഏർമാടം അങ്ങനെ അലി അവിടെ എത്തി. ബാക്കിൽ സാൽപ്പ് കയറി അങ്ങനെ അലി ഏർമാടത്തിന്റെ മുകളിലെത്തി. ആ അങ്ങനെ ട്രീ ഹൗസിന്റെ മുകളിൽ നിന്ന് കാക്ക ഇറങ്ങാൻ പോണ്. കാക്ക നീക്കോ ഏർമാടം പച്ച മലത്ത് പറഞ്ഞ ഏർമാടം. അടിപൊളി വൈബാണ്. ഒരു മരത്തിന്റെ ഏറ്റവും സെന്ററിലല്ലേ. ആ ഫയർഫോഴ്സിന് വിളിക്കണോ? മറ്റേ പാലക്കാടിലെ ചങ്ങായി ഏർമാടുന്ന് പണി പറ്റിച്ചു. കാക്ക തൂറിയെന്ന് തോന്നുന്നുണ്ട. ഇവർക്കും കൈമക്ക് പോയി. തലയിലായിക്കോ സംശയമുണ്ട്. തലയിൽ ആകെ നശിപ്പിച്ചു കാക്ക. എത്ര ആളുണ്ടായിരുന്നു ഇവിടെ? ഞങ്ങൾ 4-5 ആളുണ്ടായിരുന്നു. കാക്ക തെരഞ്ഞെടുത്ത് തൂറി. അലി ഇറങ്ങി. ആതിരാമണല് ഇപ്പുറം കാട്, ഇപ്പുറം കാടും അപ്പുറം കായലും. ഒരിളന്നി ഞങ്ങൾ കുടിച്ചു. പക്ഷെ ഇളന്നി പോരാ, തണുപ്പിലായിട്ട് രസമല്ല. പക്ഷെ വെള്ളം കുടിക്കണേ. എല്ലാം ഉണ്ട്, പക്ഷെ ഒക്കെ തുറന്നിട്ടുള്ള അതിനുള്ളൂ. കുലിക്ക് സർബത്തുണ്ട്. കുലിക്ക് സർബത്തല്ല, കലക്കൻ കലക്കൻ കുലിക്കോ, കലക്കൻ കുലിക്കാണ്. അങ്ങനെ വേമ്പനാൽ കായൽ കടന്ന് ഓളത്തിരകളെല്ലാം ഞങ്ങളിങ്ങനെ താണ്ടി അതിനകത്തൊരു 50 ഏക്കർ ഇതുണ്ട്, ഒരു ദ്വീപ് പോലെ കിടക്കുന്നത്. അടിപൊളി വൈബാണ്. നല്ല കാട്, റോഡുകൾ, കാടുകൾ, നാച്ചുറലായിട്ട് ഫാമിലീസിനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ മൂമെന്റ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാതിരമണലിൽ കൂടി ഇങ്ങനെ നടന്ന് ഇവിടെ എത്താൻ നേരത്ത് ചെറിയൊരു റെസ്റ്റ് റൂം ഉണ്ട് ഇവിടെ. റെസ്റ്റ് റൂമല്ല, മഴയൊക്കെ പെയ്താൽ കയറിക്കാനൊരു ചെറിയൊരു സ്ഥലം. ഇതെന്താണ്? ആ ചായക്കട ഉണ്ടാക്കല്ലോ പരിപാടി. അങ്ങനെ ചെറിയ അപ്പോൾ വീണ്ടും പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറല്ലേ എങ്ങണ്ട്? ചെറുപ്പത്തിൽ അതൊന്നും കാര്യമില്ല. കുട്ടിത്തം മാറാത്ത സാലിഫ്മാരെയും കൂടി ഇങ്ങനെ. പാർക്കിൽ അത് ആരുമില്ല. പാർക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തിരക്കിടില്ല. ഈ ഡേ എത്ര മണിക്കൂറുണ്ട് ഇവിടെ നിൽക്കാം. ഇത് ആളില്ലാത്ത തിരക്കിടില്ല. പാർക്കൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ, പക്ഷെ ഒന്നും സെറ്റായില്ല പാർക്ക്. ഇവിടെ അങ്ങനെ ഇതാക്കണേ. ഒരു 80 കിലോനും ഒരു 40 കിലോനും. ആതാ പോണേ 80. 40 ഇങ്ങനെ നിൽക്കണം മേലെ. 80 ജയിച്ചോ? ആ ഏതായാലും കുട്ടിക്കാലത്ത് ഒന്നും കിട്ടിയിട്ടില്ല. ഈ താറാമ കഴിക്കുള്ളൂ, അതാ പറ്റിയത്. ഞാൻ കറക്കി തരാം. ഇത് നമുക്ക് പറ്റൂല. നല്ലോ എന്ത് പറ്റാ?
അതെന്താ രീതി? അത് കറക്കാനാണ്. പാർക്ക് ഞങ്ങൾ ടെസ്റ്റിങ്ങിന് വന്നിക്കണം. പാർക്ക് അവിടുന്ന് കിട്ടൂലേ, കുടുങ്ങുമോ? പാർക്കിന്റെ ട്രെയിനിങ് ആണ്. അതിന്റെ വിടല് തള്ളല് തുണക്കാരാണ് കറക്കി നിർത്തണ്ടേ? നിർത്തില്ല കണ്ടൽക്കാട്ടിലൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ ഇരിക്കാൻ അടി സ്ഥലല്ല. നേരെ കൊമ്പത്ത് കയറി. ഞാൻ എന്തായാലും അടിയിലിരിക്കുന്നുണ്ട്. നിങ്ങൾ മേലെ ഇരുന്നോളി. ചിലപ്പോ ഇജും കയറിക്കോ, ഞാൻ ഇവിടെ കുത്തിരിക്കാം. ഈ ബോട്ടിലാണ് ഞങ്ങൾ പോണത്. അങ്ങോട്ട് ഞങ്ങള് ഇങ്ങോട്ട് ചെറിയ ബോട്ടിലും അങ്ങോട്ട് വലിയൊരു ബോട്ടിലും. ഈ ബോട്ട് ഞങ്ങൾക്ക് 4 കിലോ 5 കിലോ ബോട്ട്. ഇതാണ് കേരള സർക്കാർ ബോട്ടാണ്. ഈ സ്ഥലം സർക്കാരിന്റെ സ്ഥലമാണ്. അതാണ് കേരള സർക്കാരിന്റെ ബോട്ട് വരാൻ കാരണം. കപ്പിത്താനാണ്. ഡ്രൈവർ ചേട്ടൻ കണ്ടോളി. സർക്കാർ ബോട്ടാണോ? ഇവിടെ എത്താനായി. അങ്ങനെ നമ്മളെ വണ്ടി ആൾട്ടാക്കാനായി. പോണ ആൾട്ടാക്കാൻ കക്ക വരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിക്കോ? സൈഡാക്കും വണ്ടി. അങ്ങനെ പാതിരാമണ യാത്ര കഴിഞ്ഞ് നമ്മൾ വണ്ടിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി റൂമിൽ പോവാൻ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ജുബർമലാളുടെ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളിങ്ങനെ എന്താണ് ഗ്രില്ലിസ്റ്റ രാത്രി കണ്ടല്ലോ ഇന്നലെ 3-ാമത്തെ ദിവസം പകല് നമ്മളായി കയറാണ്. ഗ്രില്ലിസ്റ്റയുടെ ഉൾഭാഗം അവിടെ തുടങ്ങണം കേട്ടോ. തുറന്ന് തുടങ്ങും. അങ്ങനെ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുള്ളൂ. പക്ഷെ ഫുഡൊന്നും ആയില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഏതൊക്കെയുള്ള ഐസ്ക്രീം ഇതെന്താ അതൊന്നാണ് നെല്ലിക്ക. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇവരെന്താ ഷമാം മതി. ഞാനത് ഷമാം എടുത്താണ്. വേണ്ട എടുത്തോളൂ ശിവര. അങ്ങനെ ആലപ്പുഴയിൽ ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നത്. അപ്പോൾ 2 മണിക്കൂർ തുറക്കാം. അപ്പോൾ നേരെ ഇപ്പുറത്തൊരു മ്യൂസിയം ഉണ്ട്. ബൈക്കായിരുന്നു മ്യൂസിയം. അപ്പോൾ നമ്മളെ റൂമിൽ നമ്മളെ ചെറുക്കൻ്റെ വക ഓർഡർ ചെയ്ത് കിട്ടിയിരിക്കണം. ഷവർമ. ആലപ്പുഴ റൂമിനോട് വീട് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ കരുവാരക്കുണ്ടിലേക്ക്. എൻ്റെ കീസ് കാണിച്ചിട്ട് സാരി പ്രാർത്ഥന. അതാണ് ശരിയാവും.
ശരി. അപ്പോൾ ഇങ്ങനെ ബാഗ് ഇറച്ച് പർച്ചേസൊക്കെ ഫീസ് ഇറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതാകണം നാട്ടിലുള്ള മടക്കം പോരെ. റൂമിലോട്ട് പോവാണ്. റൂമിലേക്കല്ല, വീട്ടിലേക്ക് പോവാണ്. ആലപ്പോട് ഇവിടെ പറഞ്ഞ നമ്മളെ മലയാളി നാട്ടിലേക്ക് വരികയാണ്. ഹോട്ടൽ മലയാളി നാട്ടിലേക്കാണ് പോലെന്നാ പോവാ. അപ്പോൾ വണ്ടി ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തപ്പോൾ അവിടെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയില്ല. ഭക്ഷണം കഴിക്കാനായിരിക്കണം. അക്കാ മെനു ഒന്ന് കാണിച്ചാ. മെനു ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഓർഡർ എടുത്ത് നോക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വർഷത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എറണാകുളം എത്തിയാണ്. പ്ലേറ്റും ഗ്ലാസ്സും റെഡിയാണ്. വെള്ളം ഫുഡ് എത്തി. നമ്മള്